പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഏറെ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതിരിക്കുന്ന പ്രതിസന്ധികൾ അത് നമുക്ക് ദൈവത്തിന് കൊടുക്കാം. 2-3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, ഇപ്പോൾ നമുക്കത് ലഭിക്കേണ്ട കാര്യമില്ലായിരിക്കാം. ഇതിനേലും വലിയൊരു സമയം ആയിട്ടില്ല കർത്താവിന്. അത് തന്നെ ഇതല്ല നമ്മൾക്ക് ആ സമയം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്. വചനം മത്തായി 22:37-38. പാവമില്ലാത്ത ശരീരം, വെറുപ്പും ദ്വേഷമില്ലാത്ത ആത്മാവ്, ആഴിമേറിയ വിശ്വാസം, പല വിചാരം കൂടാതെയുള്ള പ്രാർത്ഥന. ഈ യോഗ്യതകളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ മേഖലകളാണ് നമുക്ക് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ലേ? സംശയിക്കേണ്ട, നമ്മൾ അസ്വസ്ഥപ്പെടുകയും വേണ്ട. അപ്പം പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ കാര്യം നടക്കുന്നില്ല? അതതിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം അത് തരും. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെയൊക്കെ ജീവിതത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത്, ലഭിക്കണം, ലഭിച്ചേ പറ്റൂ അങ്ങനെയുള്ള വാശിയൊന്നുമില്ല, നിർബന്ധമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സറിയാതെ തന്നെ അതങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തോന്നാണ്, വേണമെന്ന് നിർബന്ധമല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ. മക്കളെ, എല്ലാ കാര്യം അങ്ങനെ ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റൂല. ചില സമയത്ത് നമ്മളത് ചിന്തിച്ചു പോയി നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനിത് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും എത്രയോ വർഷങ്ങളായി, എത്രയോ നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈശോയുടെ മക്കളെ, ദൈവത്തിന് ചെവിട് കേൾക്കാഞ്ഞിട്ടല്ല, കണ്ണ് കാണാഞ്ഞിട്ടല്ല, ദൈവം അത് തരും. നിന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. ഇവിടെ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം ധ്യാനിച്ചാൽ മതി. ദൈവം നിന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, നീ നിന്റെ ദൈവത്തെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല കേട്ടോ. പിശാച് നമ്മളെ തകർത്ത് ഞെരിച്ച് കളയും. പിന്നെ ചില ആത്മീയ വളർച്ചയിലേക്ക് കടന്നു വരുന്നവരുടെ ഒരു ചിന്തയുണ്ട്. ഞാൻ പറയാം, അതൊരു ആത്മീയ അഹങ്കാരം എന്നേ ഞാൻ പറയുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒന്ന് വായിക്കുക. അനുസരണക്കേട് ആപത്ത്. ആപത്ത്. ചെറിയ കുട്ടികൾക്ക് വേദപാഠത്തിൽ പഠിക്കാനുള്ളതാണ്, 3-ാം ക്ലാസ്സിലൊക്കെ. നമ്മുടെ ജീവിതത്തിൽ സഭയെ അനുസരിക്കണം, മാർപ്പാപ്പയെ അനുസരിക്കണം, മെത്രാന്മാരെ അനുസരിക്കണം, ഇടവക വികാരിനെ അനുസരിക്കണം, നിങ്ങളുടെ ധ്യാന ഗുരുക്കന്മാരോ, നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡേഴ്സ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ, മോളെ ഇന്ന റൂട്ടിൽ കൂടെ പോകാവൂ. നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡറാണോ, നിങ്ങളുടെ ധ്യാന ഗുരുവാണോ, നിങ്ങളുടെ ഇടവകയാരി അച്ഛനാണോ, ഏത് ഗുരുക്കന്മാരെ ആയിക്കൊള്ളട്ടെ, ഇനി സാക്ഷാൽ ജീവിക്കുന്ന കർത്താവാണ്. കർത്താവിനെ പറ്റിക്കാമെങ്കിൽ പിന്നെന്ത് ഈ ലോകത്ത് ഗുരുക്കന്മാരല്ലേ? നിന്റെ ഗുരു ആരായിക്കൊള്ളട്ടെ, ധ്യാന ഗുരു ആയിക്കൊള്ളട്ടെ, ഗ്രൂപ്പ് ലീഡർ ആയിക്കൊള്ളട്ടെ, ആത്മീയ ഉപദേശം തരുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളുടെ നന്മയാണോ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങളെ ഒട്ടും വളർത്താതെ, ഒട്ടും ഉയർത്താതെ ചേർത്ത് പിടിക്കാത്തവരാണോ? അവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ചേർത്ത് പിടിക്കുന്നവരാണോ? നിന്റെ വളർച്ച ആഗ്രഹിക്കുന്നവരാണോ? ഒരിക്കലും മക്കളെ തിന്മയ്ക്ക് വേണ്ടി തിന്മ ചിന്തിക്കില്ല, അങ്ങനെയുള്ള ആരായിരുന്നാലും. അപ്പം അവരിലൂടെ സംസാരിക്കുന്നത് എന്തും ആയിക്കൊള്ളട്ടെ. നമ്മളൊരു പൊട്ടനെ പോലെ, ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ, ഞാനും എൻ്റെ അനിയനും അങ്ങനെയായിരുന്നു. ഒരു പൊട്ടനെ പോലെ നമ്മളത് സ്വീകരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു, അനുസരിക്കുന്നു. മക്കളെ, അവിടെ ഒരു തകർച്ച വരില്ല.
ഇനി എത്ര ആത്മീയ വളർച്ച ഉണ്ടായിരുന്നാലും, നമുക്ക് എത്ര വിശ്വാസം ഉണ്ടായിരുന്നാലും, പയ്യെ 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 പിശാച് നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങുമ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടും മക്കളെ. കേട്ടല്ലേ നമ്മുടെ മാതാപിതാക്കൾ പറയണത്? നീ അറിയാതെ നിന്റെ കാൽപാദത്തിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോയിരിക്കുകയാണ്, നീ അറിയുന്നുണ്ടോ മോനെ മോളെ എന്നൊക്കെ ചോദിക്കാറില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്നെ പഠിപ്പിച്ചേക്കണതും ഞാൻ പഠിച്ചതും, ഞാൻ വലിയ ആളെന്നല്ല കേട്ടോ, എൻ്റെ പൊന്നേ അങ്ങനെ ചിന്തിക്കരുത്. വേണ്ട, അത് പോട്ടെ. അതും പഠിച്ചു. അതുകൂടാതെ നിനക്ക് ഒരു ബൈക്ക് പെട്രോൾ അടിച്ചിട്ട് നീ ഓടുന്ന ബൈക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസർവ് ആവുന്നതിന് മുമ്പ്, ആ മഞ്ഞ കത്തനേക്ക് മുമ്പ് നമ്മൾ പെട്രോൾ അടിക്കണം, അല്ലെ ഡീസൽ അടിക്കണം, അല്ലേ? കുക്കിംഗ് സിലിണ്ടറിൽ ഗ്യാസ് തീരുന്നതിന് മുമ്പ് നമ്മൾ തീരാറായെങ്കിലും അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ അടുപ്പ് കത്തൂല, വണ്ടി ഓടൂല, റോട്ടിൽ കിടക്കും. മകനെ മകളെ, നിൻ്റെ ആത്മീയ വളർച്ച അതെങ്ങനെയുണ്ടെന്ന് നോക്കുക. നീ ചിലപ്പോൾ ഒരു വികാരിയച്ഛനോട് ചേർന്ന് ഇടവകയ്ക്ക് വേണ്ടി ദൈവവേല ചെയ്യുന്നവരായിരിക്കാം, ഒരു ധ്യാന ടീമിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. അത് മോളായാലും മോനായിരുന്നാലും അപ്പനായാലും അമ്മയായാലും ആരായിരുന്നാലും, ഞാൻ എങ്ങനെയാണ്, എൻ്റെ പൊസിഷൻ എന്താണ്, ഞാനിപ്പോൾ എങ്ങനെയാണ്, ഞാൻ എൻ്റെ ഗുരുവിനനുസരിക്കുന്നതാണ്. ദൈവം ഈശോയാണ് ഗുരു. ഒരു ടീം ലീഡർ, അല്ലെങ്കിൽ സഹപ്രവർത്തകർ, അല്ലെങ്കിൽ നമ്മുടെ സീനിയോറിറ്റി ഉള്ളവർ, സീനിയേഴ്സൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി നോക്കും കേട്ടോ. എല്ലായിടത്തും അല്ല, ചില ഗ്രൂപ്പുകളിൽ ചില ടീമുകളിലൊക്കെ ഉണ്ടാകാം. അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പക്ഷെ അപ്പോൾ നമ്മൾ വിജയിച്ച് കയറുമ്പോഴാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ പൊന്നോമന മുത്തായിട്ട് മാറുന്നത്. നമ്മളൊക്കെ ഈ വെള്ളത്തിലെ കോമളകളല്ല മക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെ വിശ്വസിക്കും, അല്ലേ? ആരെ വിശ്വസിക്കാം? യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഒരുത്തനെ കുറിച്ചും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആരെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ ചിന്തിക്കാതിരിക്കുക, പറയാതിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു മോനെക്കുറിച്ചായിരിക്കാം, മോളെക്കുറിച്ചായിരിക്കാം മറ്റൊരാളോട് പറയുന്ന, ഒരിക്കലും റോങ്, തെറ്റ് പറയാൻ പാടില്ല. പറഞ്ഞാൽ എവിടെ ചെല്ലുമെന്നറിയാമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ പാവങ്ങൾ ഓർത്ത് അനുതപിച്ച് മാപ്പി ചോദിച്ച്, ഈ എൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നിങ്ങളുടെ ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പായിരുന്നാലും, നിങ്ങൾ വലിയ ധ്യാന ടീമായിരുന്നാലും, നിങ്ങളുടെ ഉപദേഷ്ടാവായിരുന്നാലും, നിങ്ങൾ എങ്ങനെയോ ഏതൊരു കൂട്ടായ്മകളായിരുന്നാലും, മക്കളെ, ദൈവത്തിൽ നീ ഒരു വിശ്വസ്തനാണോ? നിൻ്റെ ഗ്രൂപ്പ് ലീഡർക്കൊരു വിശ്വസ്തനാണോ? ഗ്രൂപ്പ് ലീഡർക്ക് മാത്രം പോരാ, നിൻ്റെ ഓരോ നയനങ്ങളും ഓരോ ചിന്തകളും ഹൃദയവിചാരങ്ങളും ദൈവം അറിയുന്നു. ഹല്ലേലൂയ. നീ നിൻ്റെ ഓരോ ദിവസവും നീ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ധ്യാനിക്കണം, ഞാൻ എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. കർത്താവെ, മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവരിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഇന്നവരൊരു അനുഗ്രഹമായി മാറട്ടെ. മാതാവി പ്രാർത്ഥിക്കണേ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.